ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ അലയൊലികളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ചികിത്സാ പിഴവിൽ കേസെടുത്തിട്ടുണ്ട്. വണ്ടാനത്ത് യൂണിറ്റ് ചീഫായിരുന്ന ഡോക്ടർ ലളിതാംബിക മാത്രം പ്രതിയായ കേസിൽ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ അമൃത ആശുപത്രിയിൽ പൂർത്തിയായി. പുറത്തെടുത്ത ശസ്ത്രക്രിയ ഉപകരണം അമ്പലപ്പുഴ പോലീസിന് കൈമാറി. രാവിലെ 10:30 ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ നടപടികൾ തുടങ്ങിയത്. ഏതാണ്ട് 2 മണിക്കൂറുകൾ കൊണ്ട് തന്നെ വയറിനുള്ളിൽ കുടുങ്ങിയിരുന്ന ശസ്ത്രക്രിയാ ഉപകരണം പുറത്തെടുക്കാനും കഴിഞ്ഞു. അമൃത ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഒപ്പം ഇത് നിരീക്ഷിക്കാനായി സർക്കാർ നിയോഗിച്ച എറണാകുളം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അടക്കമുള്ള 2 ഡോക്ടർമാരുടെ സംഘവും ഒപ്പമുണ്ടായിരുന്നു. ഇവരുടെ സാന്നിധ്യത്തിലാണ് വയറിനുള്ളിൽ കുടുങ്ങിയിരുന്ന ശസ്ത്രക്രിയാ ഉപകരണം പുറത്തെടുത്തത്. പിന്നീട് ഇത് അമ്പലപ്പുഴ പോലീസിന് കൈമാറി. അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ വെച്ച് തന്നെ മഹസർ അടക്കം തയ്യാറാക്കി ഈ ഉപകരണം തൊണ്ടി മുതലായി കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇനി ഈ കേസിന്റെ തുടരന്വേഷണം നടക്കേണ്ടത് വണ്ടാനം കേന്ദ്രീകരിച്ചാണ്. നീക്കം ചെയ്ത ഫോർസെപ്സ് നമ്മൾ മാസ്റ്ററിൽ ബന്ധിച്ച് കിട്ടി. ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്ന ശസ്ത്രക്രിയാ ഉപകരണം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉപയോഗിച്ചിരുന്നത് തന്നെയാണ് എന്ന് കേസിന്റെ ഭാഗമായി തെളിയിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമ്പലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ അന്നത്തെ ഗൈനക്കോളജി വിഭാഗം മേധാവിയും യൂണിറ്റ് ഹെഡുമായിരുന്ന ഡോക്ടർ ലളിതാംബികയാണ് പ്രതി. ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരും ഒപ്പമുണ്ടായിരുന്ന നേഴ്സും അടക്കമുള്ളവർ ഈ കേസിൽ പ്രതികളായി മാറുകയും ചെയ്യും. ഇപ്പോൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിലും ഭാവിയിൽ അത് മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആശുപത്രി സംരക്ഷണ നിയമം അടക്കം ചുമത്തിയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. അവർക്കിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാനും കഴിഞ്ഞു. എന്തായാലും ആരോഗ്യ മേഖലയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ എന്തായിരിക്കും ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർ നടപടികൾ എന്നതാണ് കാണേണ്ടത്. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.